ഹായ്, ദേവൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്വീറ്റ് പേട, അതായത് കപ്പലണ്ടി കൊണ്ട് ഒരു പേടയാണ് ഉണ്ടാക്കുന്നത്. ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കുന്നത്, അതായത് തീയൊന്നും അടുപ്പിലൊന്നും വെക്കാതെ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് സ്വീറ്റായിട്ട് ഒരു പേടയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മെയിനായിട്ട് കപ്പലണ്ടി തന്നെയാണ് വേണ്ടത്. അത് ഇതിപ്പോൾ ഞാൻ പച്ച കപ്പലണ്ടി വാങ്ങിയത് ഞാൻ വറുത്തെടുക്കുകയാണ്. ചട്ടിയിൽ ഒന്ന് നന്നായിട്ട് ചൂടാക്കി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചട്ടിയിൽ, അത് ഇരുമ്പ് ചട്ടിയിലോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാനിലായാലും കുഴപ്പമൊന്നുമില്ല. ഇരുമ്പ് ചട്ടിയിൽ ഞാൻ ചെയ്തത് ഇരുമ്പ് ചട്ടിയിലിട്ടിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അത് റോസ്റ്റ് ആയെന്ന് പറയുന്നത് ഇങ്ങനെ ആ റോസ്റ്റ് ആവുന്ന സമയത്ത് ഇങ്ങനെ പൊട്ടി വരും. അതായത് എള്ളൊക്കെ നമ്മൾ വറുക്കുന്ന സമയത്ത് പൊട്ടി വരുന്ന പോലെ ഇത് പൊട്ടി പൊട്ടി വരും ഇങ്ങനെ തോല്. അപ്പോൾ നമുക്ക് അപ്പം മാറ്റിയിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുക, എന്നിട്ട് നമുക്ക് തോല് മാറ്റാം. ഇപ്പം കപ്പലണ്ടി നമ്മൾ എടുത്തിട്ട് വറുത്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് നമ്മൾ തോല് മാറ്റുന്നത് പറഞ്ഞാൽ ഒരു നല്ല ഒരു ടവലെടുക്കുക. ടവലിനകത്ത് ഇതിട്ടിട്ട് മീനിട്ടിട്ടിട്ട് നല്ലപോലെ നമ്മളൊന്ന് ബ്രഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലപോലെ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തോല് മാറ്റിയെടുക്കാൻ പറ്റും. ഒരുപാട് പണിയൊന്നുമില്ല. അതുപോലെ നമ്മൾ കൈ വെച്ചൊന്ന് നന്നായിട്ട് തിരുമ്മി കൊടുത്താൽ മതി. ഇല്ല, കണ്ടോ വളരെ പെട്ടെന്ന് തന്നെ ആ തോലൊക്കെ മാറിയത് കണ്ടോ. ചെറിയ ചൂടോട് കൂടിയിട്ട് നമ്മൾ ചെയ്താൽ മതി. വാങ്ങിയ ഉടനെ നമ്മൾ വറുത്ത് റോസ്റ്റ് ചെയ്ത് മാറ്റിയ ഉടനെ ചെയ്യേണ്ട. ഒരു 5 മിനിറ്റ് ഒന്ന് തണുക്കാൻ വിട്ടതിന് ശേഷം ഇതേപോലെ ഒരു വൃത്തിയുള്ള ടവലിൽ നമ്മൾ ഇട്ടിട്ട് ഇതിങ്ങനെ എടുക്കുക. എന്നിട്ട് നമ്മൾ കൈ വെച്ച് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ തിരുമ്മി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് തോല് മാറി നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ എടുത്തതാണിത്. തോല് മാറ്റിയിട്ട് ഏകദേശം 1 കപ്പ്, അതായത് 200 ഗ്രാം, ഒരു പാക്കറ്റിൽ 200 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 കപ്പ് നിറച്ചുണ്ട്. അതായത് തല ചെത്തിയല്ല എടുത്തിരിക്കുന്നത്, അത് ഇങ്ങനെ മുകളിലോട്ട് പൊങ്ങി നിൽക്കുന്ന വിധത്തിലാണ്. 200 ഗ്രാം കപ്പലണ്ടി, അങ്ങനെ റോസ്റ്റ് ചെയ്ത കപ്പലണ്ടിയാണ്. നിങ്ങൾക്ക് അതില്ല, റോസ്റ്റ് ചെയ്ത് ഇതേപോലെ തന്നെ വാങ്ങാൻ കിട്ടും. വാങ്ങാൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പച്ച നമ്മൾ വറുത്തിട്ടെടുത്താൽ മതി. പിന്നെ വേണ്ടത് ഇത് പാൽപ്പൊടിയാണ്. ഇതിന് ഏറ്റവും നന്നായിട്ട് ടേസ്റ്റ് സ്പെഷ്യലായിട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പാൽപ്പൊടി തന്നെയാണ്. അതില്ലാതെ നമ്മൾ ചെയ്യുമ്പോൾ അതിന് ആ ടേസ്റ്റിന് ഒരു ഇച്ചിരി കുറവാണ് വരുന്നത്. പാൽപ്പൊടിയാണ് ഇത് വേണ്ടത്. അത് 1 കപ്പ്, അതായത് അര കപ്പാണിത്. 1 കപ്പ് പാൽപ്പൊടി, അതായത് ഇത് 1 കപ്പ് ഇങ്ങനെ കൂർത്ത് എടുത്തിരിക്കുന്നു. ഇത് 1 കപ്പാണ് വേണ്ടത്. അതേ മെഷറിങ്ങിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പഞ്ചസാരയും 1 കപ്പ് വീതം രണ്ടും എടുത്തിരിക്കുന്നു. പിന്നെ വേണ്ടത് മിൽക്ക് മെയ്ഡാണ്. അതൊരു 5 ടേബിൾ സ്പൂൺ. ഇതെല്ലാം പൊടിച്ചിട്ട് നമ്മൾ ഈ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഉരുട്ടി എടുക്കുന്നത്, ഷേപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മിൽക്ക് മെയ്ഡ് എടുക്കുന്നത്. പഞ്ചസാര ഞാൻ 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത്രയും മിൽക്ക് മെയ്ഡും നമ്മളൊരു 5 ടേബിൾ സ്പൂൺ വരെ, ഒരു 4 തൊട്ട് 5 ടേബിൾ സ്പൂൺ അത് ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ആവശ്യം വരുന്നതെന്ന് വെച്ചാൽ അത് കണക്കാക്കി വേണം നമ്മളത് എടുക്കാൻ. ഒരു 4 to 5 ടേബിൾ സ്പൂണാണ് വേണ്ടി വരുന്നത്. അപ്പം മധുരം അത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ 1 കപ്പ് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല, അതിൽ കുറച്ച് വേണം. പക്ഷെ ഞാനിപ്പം 1 കപ്പ് എടുക്കുന്നുണ്ട്. എനിക്ക് ഇത് ഇത്രയും കറക്റ്റ് മധുരമായിട്ടാണ് തോന്നുന്നത്. 1 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ മിക്സിയിലോട്ട് പഞ്ചസാര ആദ്യം പൊടിച്ചു കൊണ്ടുവരിക. അത് കഴിഞ്ഞിട്ട് കപ്പലണ്ടി നമ്മൾ ചേർത്തിട്ട് അതും ഒന്ന് പൊടിക്കുക. അവസാനം ഈ പാൽപ്പൊടിയും ചേർത്തിട്ട് ഒന്ന് കറക്കി എടുത്തു കഴിഞ്ഞാൽ അത് ആ പ്രോസസ്സ് കഴിയും. അതാദ്യം നമ്മൾ ചെയ്ത് കൊണ്ടുവരും. മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് ആദ്യം പഞ്ചസാര ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ട് പൊടിച്ചു കൊണ്ടുവരാം. പഞ്ചസാര കണ്ടോ ഫൈനായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. ഇതും നന്നായിട്ട് ഫൈനായിട്ട് നമുക്ക് പൊടിച്ചുകൊണ്ട് വരാം. കപ്പലണ്ടിയും കൂടെ ചേർത്ത് പൊടിച്ച പഞ്ചസാരയിൽ കപ്പലണ്ടിയും കൂടെ ചേർത്ത് നമ്മൾ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഈ പാൽപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് കറക്കിയെടുക്കാം. കാരണം ഇതെല്ലാം ഒന്ന് യോജിച്ച് വരാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തിട്ട് കൊണ്ടുവരാം. പാൽപ്പൊടിയും കൂടെ ചേർത്തിട്ട്, പാൽ പൗഡറും കൂടെ ചേർത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്.
ഇതൊരു ബൗളിലേക്ക് മാറ്റാം നമുക്ക്. ഇനി ഇതിലേക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് മിൽക്ക് മെയ്ഡ് നമുക്കൊരു ഞാനൊരു 4-5 സ്പൂണിന് അടുപ്പിച്ച് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ബാക്കി യോജിപ്പിച്ച് കൊടുത്താൽ മതി. കൈ വെച്ച് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പാൽപ്പൊടി മിൽക്ക് മെയ്ഡും കൂടി ചേരുമ്പോൾ നല്ല ഒരു പേടയുടെ ടേസ്റ്റ്, നല്ല സ്വീറ്റ് ആയിട്ട് നല്ലൊരു ടേസ്റ്റാണ് വരുന്നത്. നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. ഞാൻ ആ ബൗളിൽ നിന്ന് വേറൊരു ബൗളിലേക്ക് മാറ്റി നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് ഇനി ഷേപ്പ് ചെയ്തെടുക്കാം. ബോൾ വേണമെങ്കിൽ ബോൾ ഷേപ്പിൽ, അതായത് ഉരുളയായിട്ട് നമുക്ക് എടുക്കാം. അല്ലാതെ തന്നെ വേറെ ഷേപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ വേറെ ഷേപ്പിലാക്കാം. ഇതേപോലെ ഉരുട്ടിയെടുത്തിട്ട് കൈവെള്ള വെച്ചിട്ട് പേടയുടെ ഷേപ്പിൽ തന്നെ നമുക്ക് ഷേപ്പ് ചെയ്ത് നമുക്ക് എടുക്കാം. കണ്ടോ? ഇതേപോലെ നമുക്ക് ബാക്കിയും കൂടെ നമുക്ക് ചെയ്യാം. എനിക്ക് ഏകദേശം ഒരു 5-5.5 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് വന്നിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ ഉരുട്ടിയെടുക്കാൻ പാകം, അതാണ് അത് നമ്മൾ നോക്കേണ്ടത്. അതിന് എത്രയാണോ വേണ്ടത് അതാണ് നമ്മൾ പാകമായിട്ട് നോക്കിയിട്ട് ഉരുട്ടിയെടുക്കണം. ഇതേപോലെ നമുക്ക് നന്നായിട്ട് ഉരുട്ടി എടുക്കണം. എന്നിട്ട് ഇതിങ്ങനെ വയ്ക്കുക, ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് ഷേപ്പ് ചെയ്ത് അരികൊക്കെ ഒന്ന് നന്നായിട്ട് ഇത് ചെയ്ത് ഷേപ്പ് ചെയ്ത് നമുക്ക് എടുക്കാം. ഇതേപോലെ നമുക്കെല്ലാം ഇതേപോലെ ഷേപ്പ് ചെയ്ത് നമുക്ക് റെഡിയാക്കാം. അങ്ങനെ നമ്മുടെ പീനട്ട് പേട, ഇൻസ്റ്റൻറ്റ് പീനട്ട് പേട റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ ഷേപ്പിൽ എടുത്തതേ ഉള്ളൂ. ബോൾസ് രൂപത്തിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം, ഒരു പ്രശ്നവുമില്ല. നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നത് ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇതെല്ലാം കൂടെ പൊടിച്ച് കൊണ്ടുവന്നിട്ട് അത് ഉരുട്ടിയെടുക്കാനുള്ള ഒരു ബൈൻഡിങ്ങിന് വേണ്ടിയാണ് മിൽക്ക് മെയ്ഡ് ചേർക്കുന്നത്. അത് നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്തിട്ട് ഉരുട്ടിയെടുക്കുക. അപ്പോൾ മിൽക്ക് മെയ്ഡ് ചേർക്കുന്ന മധുരം അത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുക. കാരണം ചിലർക്ക് അധികം മധുരം വേണ്ടി വരില്ല, ചിലർക്ക് നല്ല മധുരം വേണം. ഇതിപ്പം 1 കപ്പ് കപ്പലണ്ടി കൊണ്ടാണ് ഞാൻ ഇത്രയും പേട ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്, ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു കപ്പലണ്ടി കൊണ്ടിട്ടുള്ള സ്വീറ്റ് പേടയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വളരെ എളുപ്പമാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഇതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കേണ്ട ഒരു ടൈം മാത്രം മതി. വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.